നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ശശി തരൂർ എംപിയുടെ BJP പ്രവേശനം ഉറപ്പായതോടെ ആകെ കുരുപൊട്ടിയ അവസ്ഥയിലാണ് കോൺഗ്രസും PJ കുര്യനും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വികാരം ഉള്ളിലെ, അതായത് കോൺഗ്രസിന് ഇതിനോടുള്ള എതിർപ്പ് PJ കുര്യനിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. താൻ ചുമ്മാതെ അങ്ങ് MP ആയതല്ല, കോൺഗ്രസ്സാണ് തന്നെ MP ആക്കിയത്. അതുമാത്രമാണോ? ആരാ തന്നെ വിശ്വപൗരനാക്കിയത്? അതും കോൺഗ്രസ്സാണ്. പണ്ടുള്ളവർ പറയുന്നത് പോലെ തലമറന്ന് എണ്ണ തേക്കരുത്. ആ നിലപാടാണ് തരൂർ സ്വീകരിക്കുന്നു എന്നാണ് വിമർശനം. ഒരു വ്യക്തിയും പാർട്ടിയേക്കാൾ വലുതല്ലെന്നും തരൂർ സാമാന്യ മര്യാദ കാട്ടണമായിരുന്നു. പാർട്ടിയോട് ആലോചിക്കാതെ പാക് ഭീകരത വിദേശ രാജ്യങ്ങളിൽ തുറന്നു കാട്ടാനുള്ള കേന്ദ്ര പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചതിന് പിന്നാലെയാണ് നേതാക്കൾ തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കേന്ദ്ര പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ പാർട്ടിയോട് അനുവാദം ചോദിക്കണമായിരുന്നു. പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ചത് തെറ്റായി പോയി എന്നാണ്. എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും MP ആക്കിയത് കോൺഗ്രസ് ആണ്. ശശി തരൂർ അത് മറക്കരുതെന്നും സാമാന്യ മര്യാദ കാട്ടണമായിരുന്നുവെന്നും അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നു. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല, ശരിയാണ്, നല്ലതാര് ചെയ്താലും പറയാം. എന്നാൽ മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തയ്യാറാകണം. അതെങ്ങനെ തുറന്നു പറയും? BJP-യിലേക്ക് പോകാതിരിക്കുന്ന ഒരാൾ തുറന്നു പറയുമോ? തരൂർ BJP-യിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല എന്നാണ് PJ കുര്യൻ പറയുന്നത്. എല്ലാ അംഗീകാരവും ലഭിക്കേണ്ടതാണ്. വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് തെറ്റില്ല. അതേസമയം കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ യോഗ്യൻ തന്നെയാണെന്നും PJ കുര്യൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തരൂർ വിവാദത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. തരൂരിനെതിരെ കോൺഗ്രസിൽ മറുവശത്ത് പടയൊരുക്കം ശക്തമാണ്. വിദേശകാര്യ പാർലമെന്ററി സമിതി ചെയർമാൻ സ്ഥാനത്തു നിന്നും തരൂരിനെ മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടുമെന്നാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അച്ചടക്ക ലംഘനത്തിനും വിശദീകരണം തേടണമെന്നും ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നുണ്ട്. തരൂർ ക്യാമ്പും കടുത്ത അതൃപ്തിയിലാണ്. കേന്ദ്ര സർക്കാർ ക്ഷണം കിട്ടിയ കാര്യം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും തരൂർ അറിയിച്ചിരുന്നു. പാർട്ടി പട്ടിക നൽകണമെന്നായിരുന്നു ഇവരുടെ നിലപാട്. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് തനിക്കുള്ള ക്ഷണമെന്നും തരൂർ ധരിപ്പിച്ചിരുന്നുവെങ്കിലും ഇവരും പ്രതികരിച്ചിരുന്നില്ല എന്നാണ് തരൂരിനോടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ഈ യാത്ര കഴിയുന്നതോടെ തരൂർ BJP-യിലേക്ക് പോകുമെന്നത് ഉറപ്പായതോടെയാണ് കോൺഗ്രസ്സുകാർക്ക് ഇരിക്കപ്പുറതിയില്ലാതായത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.